ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ചക്കപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് എല്ലാം അപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചക്കപ്പഴം കൊണ്ടൊരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ഞുറുക്കിയത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് ഇളക്കി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരിയുടെ അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റായി കഴിയുമ്പോൾ ആ ഉണക്കമുന്തിരിങ്ങയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് ചക്കപ്പഴം ചെറുതായിട്ട് ഞുറുക്കിയത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ചക്കപ്പഴം ഓവറായിട്ട് വെന്ത് പോകേണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കപ്പഴത്തിൻ്റെ മധുരം തന്നെ മതി എന്നുണ്ടെങ്കിൽ പഞ്ചസാര എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട. ഇതിപ്പോൾ ഞാനൊരു കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു പഞ്ചസാര ചേർത്ത് കൊടുത്തതാണ്. അതും കൂടി ഒന്ന് ഇളക്കി ആ പഞ്ചസാര ഒന്ന് മെൽറ്റായി ചക്കപ്പഴത്തിലൊക്കെ നന്നായിട്ട് കോട്ടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് കൂടാതിരിക്കുന്നതാണ് നല്ലത്. ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. തേങ്ങ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആക്കി കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്ത് തേങ്ങയും കൂടി ഒന്ന് ചെറുതായിട്ട് ആവി കയറി ഒന്ന് വെന്ത് വരണം. ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഇളക്കിയിട്ട് നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഫില്ലിങ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ദോശ ചുട്ടെടുക്കണം. നമ്മൾ ഏലാഞ്ചിയൊക്കെ തയ്യാറാക്കുന്ന പോലെ ദോശ ചുട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഫുഡ് കളർ ഉണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ദോശ ചുടാൻ പരുവത്തിന് മാവ് ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഒരു ദോശയുടെ പരുവത്തിന് ബാറ്റർ നന്നായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. ഒരുപാട് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോശ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരുപാട് ലൂസാകാതെ നമ്മൾ ദോശയൊക്കെ ചുടുന്ന പരുവത്തിന്, അതായത് കുറച്ച് ദോശ മാവിൽ നിന്നും കുറച്ചും കൂടി ലൂസായിട്ട് ഒന്ന് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഉണ്ടാവേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്. ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ഈ ദോശ നമ്മൾ ഓരോന്നും ചുട്ടെടുക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ആ ഫില്ലിങ് ഉള്ളിൽ വെച്ചിട്ട് മടക്കി എടുക്കണം. ചുട്ടെല്ലാം മാറ്റി വെച്ച ശേഷം ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ തന്നെ ദോശ ചുട്ടെടുത്തിട്ട് ഫില്ലിങ് മടക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ദോശ ഒരുപാട് വെന്ത് പോകേണ്ട, ഒന്ന് കളർ മാറി ആ ഒരു പച്ച കളറെല്ലാം മാറിയിട്ട് ഒന്ന് കുക്കായി വന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്കത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മറു സൈഡിൽ വേണം നമ്മൾ ഫില്ലിങ് വെക്കാൻ. ദോശ അടിഭാഗത്ത് ഫില്ലിങ് വെച്ചിട്ട്, അത് ഫില്ലിങ് ഓവറായിട്ട് വെക്കരുത്. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ദോശ മടക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ കുറച്ച് ഫില്ലിങ് വെച്ച ശേഷം നമുക്ക് പതിയെ അതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഒരു ബോക്സ് പോലെയാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. 4 സൈഡിൽ നിന്നും കവർ ചെയ്ത് കൊടുക്കാം. ആദ്യം 2 സൈഡും ഇങ്ങനെ കവർ ചെയ്തിട്ട്, ഇതിപ്പോൾ ഓവറായിട്ട് കുക്കാവാത്ത ദോശ ആയതുകൊണ്ട് അങ്ങനെ തന്നെ അത് ഒട്ടിക്കോളും. ദോശ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടത്തില്ല. അപ്പോൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ആ ദോശയുടെ ബാറ്റർ തന്നെ വെച്ചൊന്ന് ഒട്ടിച്ചെടുത്താലും മതി. ദോശ വെന്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനും സാധ്യത കൂടുതലാണ്. വേവാതെ ഈ ഒരു പരുവത്തിന് ഇരിക്കുന്നത് തന്നെയാണ് നമുക്ക് മടക്കിയെടുക്കാൻ എളുപ്പം. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ ദോശയും ചുട്ടെടുത്ത് ഫില്ലിങ് വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ബോക്സ് പോലെ മടക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം മുട്ട അല്ലെങ്കിൽ നമുക്ക് മൈദാമാവ് തന്നെ കുറച്ച് ലൂസായിട്ട് കലക്കിയെടുത്താലും മതി, അതിൽ ഡിപ്പ് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഒരു മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഓരോ ബോക്സായിട്ടിട്ട് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പുറത്ത് നല്ലൊരു ക്രിസ്പിനെസ്സും അകത്ത് കുറച്ച് സോഫ്റ്റ് ആയൊരു രീതിയിൽ കിട്ടും. അങ്ങനെ ചെയ്യാതെ നമുക്ക് ആദ്യം ആ മടക്ക് രൂപത്തിൽ തന്നെയും കഴിക്കാൻ നല്ലതാണ്. ഏലാഞ്ചി പോലെ കഴിക്കാൻ നല്ലതാണ്. ഇങ്ങനെ ഓരോന്നോരോന്നും നമുക്ക് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം.
ആ മടക്ക് ഇളകി പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയുടെ ഒരു പേസ്റ്റ് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി, അന്നേരം ഇളകി പോകത്തില്ല. നമ്മളങ്ങനെ എല്ലാം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരുപാട് ചൂടായ എണ്ണയല്ല, ഒരു മീഡിയം ഹീറ്റിൽ ചൂടായ എണ്ണയാണ്. ഒരുപാട് ചൂടായ എണ്ണയിലോട്ടിട്ടാൽ ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോകും. അതിലേക്ക് ഇട്ടിട്ട് രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചക്കപ്പഴത്തിൻ്റെയൊക്കെ സീസണാണ്. അപ്പോൾ ഇഷ്ടംപോലെ ചക്കയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ അത് രണ്ട് സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം, എന്നിട്ട് സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.